ഇന്ത്യ പാകിസ്ഥാൻ വെടിനിർത്തലിൽ തുടർച്ചയായ അവകാശവാദങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തള്ളിയിരിക്കുകയാണ് ഇന്ത്യ. വെടിനിർത്തൽ കരാർ തന്റെ മിടുക്ക് മൂലമാണെന്നും വ്യാപാര സമ്മർദ്ദത്തിലൂടെയുള്ള നയതന്ത്ര സമീപനം ഒരു ആണവയുദ്ധം ഒഴിവാക്കാൻ സഹായകമായെന്നും തിങ്കളാഴ്ച നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ട്രംപ് ആവർത്തിച്ചിരുന്നു. ഇരു രാജ്യങ്ങളുമായും കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ആരംഭിക്കുമെന്നും അതിനാൽ സംഘർഷം അവസാനിപ്പിക്കണമെന്നുമായിരുന്നു ഇരു രാജ്യങ്ങളോടും പറഞ്ഞതെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു. ആണവായുധങ്ങളുള്ള രണ്ട് അയൽക്കാർക്കിടയിൽ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിൽ താൻ മധ്യസ്ഥത വഹിച്ചുവെന്നും മാധ്യമങ്ങൾക്ക് മുന്നിൽ ട്രംപ് വീമ്പിളക്കിയിരുന്നു. മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം വഹിച്ചത് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമാണെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. അത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വാദമുന്നയിച്ചെങ്കിലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നില്ല. അതിൽ രൂക്ഷ വിമർശനങ്ങളും പല ഭാഗത്തു നിന്ന് ഉയർന്നിരുന്നു. പിന്നാലെയാണ് വെടിനിർത്തലിന് ഒരു രാജ്യവും മധ്യസ്ഥത വഹിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ രംഗത്തെത്തിയത്. ട്രംപ് അവകാശപ്പെട്ട നിലയിൽ ഒരു വ്യാപാര ചർച്ചകളും നടന്നിട്ടില്ല എന്നും രൺധീർ ജയ്സ്വാൾ പറയുന്നു. മെയ് 7-ന് ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂർ മെയ് 10-ന് വെടിനിർത്തലിൽ എത്തുന്നതുവരെ ഇന്ത്യ US നേതാക്കൾ തമ്മിൽ ആശയവിനിമയം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അതിലൊന്നും തന്നെ വ്യാപാര വിഷയം ഉയർന്നു വന്നില്ല എന്നാണ് രൺധീർ ജയ്സ്വാൾ ചൂണ്ടിക്കാട്ടുന്നത്. അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് ആണവായുധ ബ്ലാക്ക്മെയിലിംഗ് മറയാക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം പ്രതികരിക്കുന്നു. അതിനു പുറമെ കശ്മീർ പ്രശ്നം പരിഹരിക്കാൻ ഇടപെടാമെന്ന ട്രംപിന്റെ വാഗ്ദാനവും ഇന്ത്യ തള്ളിയിട്ടുണ്ട്. കശ്മീർ ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള പ്രശ്നം മാത്രമാണെന്നും അത് പരിഹരിക്കാൻ മൂന്നാമതൊരു കക്ഷിയുടെ സഹായം ആവശ്യമില്ല എന്നുമാണ് ഇന്ത്യയുടെ നിലപാട്. പാക് അധീന കശ്മീർ ഇന്ത്യക്ക് കൈമാറുക മാത്രമാണ് ഏക കശ്മീർ വിഷയം. ഇന്ത്യയുടെ ശക്തി മനസ്സിലാക്കിയാണ് പാകിസ്ഥാൻ സൈനിക നീക്കം നിർത്തിയത്. ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തലത്തിൽ മാത്രമാണ് ചർച്ച നടന്നിട്ടുള്ളത്. ഇന്ത്യയുടെ ഈ നയം പല ലോക നേതാക്കളും പാകിസ്ഥാനെ അറിയിച്ചിട്ടുണ്ടാകും. പാകിസ്ഥാനാണ് സംഘർഷം തീർക്കാനുള്ള താല്പര്യം ആദ്യം അറിയിച്ചതെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നുണ്ട്. ഇനിയും പാകിസ്ഥാനിൽ ഭീകര കേന്ദ്രങ്ങൾ പ്രവർത്തിക്കാൻ അനുവദിച്ചാൽ അതിനെതിരെ തിരിച്ചടിക്കും. മെയ് 9-ന് ഇന്ത്യക്കെതിരെ വലിയ ആക്രമണമാണ് പാകിസ്ഥാൻ അഴിച്ചുവിട്ടത്. അതിനെ സുശക്തമായി നേരിട്ട് അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കനത്ത നാശം സംഭവിച്ചപ്പോൾ പാകിസ്ഥാൻ ഇങ്ങോട്ട് വിളിക്കുകയായിരുന്നുവെന്നും അദ്ദേഹം പറയുന്നു. അതിനെല്ലാം ഉപഗ്രഹ ചിത്രങ്ങൾ തെളിവായുണ്ടെന്നും അത് ആർക്കും വാങ്ങി പരിശോധിക്കാമെന്നും രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കുന്നുണ്ട്. തോറ്റാലും ജയിച്ചു എന്ന് പറയുന്നതാണ് പാകിസ്ഥാന്റെ ശീലമെന്നും ഇന്ത്യ എന്നും വിജയിച്ചിട്ടേ ഉള്ളുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണത്തിന് ശേഷവും ട്രംപ് തന്റെ വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. വ്യാപാരമായുധമാക്കി തന്റെ ഭരണകൂടമാണ് ഇന്ത്യ പാക് വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയതെന്ന നിലപാടാണ് സൗദി US ഇൻവെസ്റ്റ്മെന്റ് ഫോറം യോഗത്തിൽ സംസാരിക്കവേ ട്രംപ് ആവർത്തിച്ചത്. മോദിയും ഷഹബാസ് ഷെരീഫും ശക്തരായ നേതാക്കളാണെന്ന പുകഴ്ത്തലും ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ടായി. ചെറുതായി തുടങ്ങിയ സംഘർഷം വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുകയായിരുന്നു. ലക്ഷക്കണക്കിന് ആളുകളുടെ മരണത്തിന് ഇടയാക്കിയേക്കാവുന്ന യുദ്ധം US ഇടപെടൽ ഒഴിവാകുകയായിരുന്നുവെന്നും ട്രംപ് പറയുന്നുണ്ട്.